എന്താണ് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്? ഈ സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റീസിനെ ലെവറേജ് എടുത്ത് ചെയ്യുന്ന ക്യാമ്പയിൻസിനാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തുള്ള ആ ഒരു വേർഡ് ടു മൗത്ത് ക്യാമ്പയിൻസിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷനാണ് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ നോക്കുവാണെങ്കിൽ ഒരു 1950s തൊട്ട് 2000 ഒരു സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്സ് ആയിരുന്നു. അതിൻ്റെ ഒരു ബ്രോഡർ റീച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതിൻ്റെ ഒരു ലിമിറ്റഡ് റീച്ചായിരുന്നു അതിനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു 2000s ഒക്കെ കഴിഞ്ഞിട്ട് ഓൺലൈൻ ബ്ലോഗ്സ് വന്നു, പിന്നെ ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു എവല്യൂഷൻ വന്നു. അപ്പോൾ അതിനുശേഷം ഒരു 2010 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലൊരു ഡെമോക്രൈസേഷൻ ഉണ്ടാകുന്നത്. കൂടുതൽ ക്രിയേറ്റേഴ്സിന് ഈസി ആയിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടായി, പല പ്ലാറ്റ്ഫോംസ് ഉണ്ടായി. അതുപോലെ തന്നെ ടൂൾസ് ആണെങ്കിലും അവൈലബിൾ ആയി, മൊബൈൽ ഫോൺസ് ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും എല്ലാം ചീപ്പായി. സോ അങ്ങനെയാണ് ഈ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ ഉണ്ടാവുന്നത്, ആ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുന്നത്. അങ്ങനെ ഡെയിലി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ നിങ്ങൾ കാണും. അതിനാണ് ഈ വൈറൽ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഡിസ്കവർ ചെയ്ത ഒരു ക്രിയേറ്റർ ആയിരിക്കും ഈ ബെഞ്ചമിൻ, ഈ ഷിബുദിനം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന പുള്ളി. ആ പയ്യൻ ഒരു 200K ഫോളോവേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു കാറ്റഗറിയിലുള്ള ക്രിയേറ്റർ നമുക്ക് എന്ത് പറയാം, ഒരു ഇൻഫർടൈൻമെൻറ്റ് ക്രിയേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിക്ക് പറയാം. അതുപോലെ തന്നെ ഒരു മാക്രോ ക്രിയേറ്റർ നമുക്ക് വിളിക്കാം. അതായത് ഒരു 100K മുതൽ 1 million ഫോളോവേഴ്സ് വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മാക്രോ ക്രിയേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ 1 millionൻ്റെ മുകളിൽ വരുന്നത് മെഗാ ക്രിയേറ്റേഴ്സ് എന്ന് പറയും. അതുപോലെ ഈ നാനോ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1K തൊട്ട് 10K വരെയുള്ള ക്രിയേറ്റേഴ്സിനാണ് നാനോ ക്രിയേറ്റേഴ്സ് എന്ന് പറയാം. അതുപോലെ 10K മുതൽ 100K വരെയുള്ള ക്രിയേറ്റേഴ്സിനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന മൈക്രോ ക്രിയേറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് കൊണ്ടുവരിക. ഈ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ നീഷ് വെച്ചിട്ടും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഈ നീഷ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഓരോ ബ്രാൻഡ് എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു ഫിനാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് വിചാരിക്കുക. ആ ഒരു ക്രിയേറ്ററിന് ഏറ്റവും ഓപ്റ്റായിട്ടുണ്ടാവുക എന്താണ്, ഒരു ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു നീഷിലുള്ള ക്രിയേറ്റർ ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരു ഫുഡ് ബ്രാൻഡ് എടുത്ത് നോക്കാം. ഓക്കെ, ആ ഫുഡ് ബ്രാൻഡ് ആണെങ്കിൽ എന്ത് വേണം, അവർക്ക് ഈ ഫുഡ് ക്രിയേറ്റേഴ്സ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ക്യാമ്പയിൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ബ്രാൻഡിലോട്ടും നമുക്ക് എങ്ങനത്തെ ക്രിയേറ്റേഴ്സിനാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് വരുന്നത്. ഒരു ബ്രാൻഡ് എന്തിനു വേണ്ടി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യണം? അവരുടെ ബ്രാൻഡ് അവയർനെസ്സിനെ നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ഒരു ബ്രാൻഡ് വോയിസിനെ ഹ്യൂമനൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു മാസ് ക്യാമ്പയിനൊക്കെ നോക്കുമ്പോൾ അതൊരു സോഷ്യൽ പ്രൂഫാണല്ലേ, കുറേ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്ക് കാണിക്കാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എമ്മ മാട്രസ്, നിങ്ങൾ എത്ര ആഡ് കണ്ടിട്ടുണ്ടാവും അല്ലേ എമ്മ മാട്രസിൻ്റെ. ഈ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും ആ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ അറിയാലോ, എമ്മ എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ അത് മാട്രസ് ഫേമാണ് എന്നുള്ളതും അതിൻ്റെ ഇപ്പോൾ അത് എന്താ പറയുക, അതിൻ്റെ ഡിസ്കൗണ്ട്സ് ആണെങ്കിലും അത് ഇപ്പോൾ അതിൻ്റെ വാറണ്ടി അങ്ങനത്തെ ഡീറ്റെയിൽസ് വരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിയാം. അത് എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്, ഈ മാസ് ക്യാമ്പയിൻ ചെയ്യുന്നതുകൊണ്ടാണ്, ആ ഒരു സോഷ്യൽ പ്രൂഫ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ പ്ലാനിങ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്യാമ്പയിൻ പ്ലാനിങ്ങിൻ്റെ സ്റ്റാർട്ട് തന്നെ ഒരു റൈറ്റായിട്ട് ഇൻഫ്ലുവൻസർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്യാമ്പയിൻ വരികയാണ്, ഇപ്പോൾ ഒരു ബ്രാൻഡ് അപ്രോച്ച് ചെയ്യണം നമ്മളെ. ഇപ്പോൾ ഒരു എനർജി ഡ്രിങ്ക് ബ്രാൻഡ് വരികയാണ് വിചാരിക്കുക. അപ്പോൾ അതിനുള്ള റൈറ്റായിട്ട് ഇൻഫ്ലുവൻസർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ. റൈറ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ റൈറ്റ് ഇൻഫ്ലുവൻസർ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ എൻഗേജ്മെൻറ്റ് റേറ്റ് എങ്ങനെയാണ്. അവർ എൻഗേജ്മെൻറ്റ് എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ വെറും കമൻറ്റ്സ് മാത്രമല്ല, അവർ ആ കമൻറ്റ്സിന് റിപ്ലൈ ചെയ്യുന്നുണ്ടോ, അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ട് അവർ നല്ല ബന്ധത്തിലാണോ എന്നുള്ളതും, അവർ ആക്റ്റീവായിട്ട് കോണ്ടൻറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ഒരു ക്രിയേറ്ററെ സെലക്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇവർ ഏർലി സ്റ്റേജിൽ ഏതെങ്കിലും ക്യാമ്പയിൻസ് ചെയ്തിട്ട് അവരൊരു ഹിസ്റ്ററി നമ്മൾ നോക്കേണ്ടി വരും. എന്തെങ്കിലും കോൺട്രവേഴ്സിയിൽ പെട്ടിട്ടുണ്ടോ, ആ ബ്രാൻഡിൻ്റെ ഐഡിയ ആയിട്ട് അത് അലൈനായി പോകുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ ഒരു ക്യാമ്പയിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ക്യാമ്പയിൻ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് റൈറ്റായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂഷനാണ് അല്ലേ. ആ ക്യാമ്പയിൻ എക്സിക്യൂഷൻ എപ്പോഴും സ്മൂത്ത് ആക്കാനായിട്ട് നമ്മളെപ്പോഴും ടൈം ലൈൻസ് സെറ്റ് ചെയ്യണം. ഓരോ ക്രിയേറ്ററിനും അവരോട് പറയണം ഇതാണ് ടൈമിങ്, ഈ ഒരു സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്ത് തരണം എന്നുള്ള രീതിക്ക്. ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ ടീമിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലത്തെ ഗൈഡ് ലൈൻസ് ആയിരിക്കും ഇവർക്ക് കൊടുക്കുക. ക്യാമ്പയിൻ്റെ ബ്രീഫ് നമ്മൾ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അതനുസരിച്ചായിരിക്കും ആ ബ്രീഫ് തെറ്റാതെ അവർക്ക് കോണ്ടൻറ്റ് ചെയ്യണം. അതുപോലെ സ്ക്രിപ്റ്റ്സ് അവർ എഴുതും. ആ സ്ക്രിപ്റ്റ് നമ്മളും നോക്കി അതിൻ്റെ അപ്രൂവൽസ് കൊടുക്കണം.
ആ സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും ഒരു ക്യാമ്പയിനിൽ. അതുപോലെ തന്നെ ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ പാർട്ടൊക്കെ കഴിഞ്ഞാൽ വീഡിയോസ് അപ്രൂവലിന് പോകും. ആ വീഡിയോസ് അപ്രൂവ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടൈം ലൈനനുസരിച്ച് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. അത് കറക്റ്റ് ടൈം ലൈനിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യേണ്ട ഒരു ക്യാമ്പയിൻ പ്ലാനിങ് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പയിനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു 7 to 10 days കഴിഞ്ഞിട്ട് അതിന് അനലിറ്റിക്സ് നോക്കും. ഈ ക്രിയേറ്റേഴ്സൊക്കെ പോസ്റ്റ് ചെയ്ത വീഡിയോസ് അനലിറ്റിക്സ് അതിൻ്റെ എങ്ങനെയാണ്, അതിൻ്റെ കോസ്റ്റ് പെർ വ്യൂസ് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചർ ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് കമ്പയർ ചെയ്ത് നോക്കാനും. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കോസ്റ്റ് പെർ വ്യൂ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ 0.25 പൈസ തൊട്ട് 3 rupees വരെയാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇവരുടെ ക്വാളിറ്റി ഓഫ് വീഡിയോസ്, ഇവരുടെ ഡെമോഗ്രഫിക്സ് എല്ലാം ആണ്. പിന്നെ വരുന്ന ഈ ബ്രാൻഡ്സ് ആണെങ്കിലും ഈ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റേഴ്സ് ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഈ കൂടുതൽ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോസസ്സിൽ ഒരു പാർട്ടാവാം. ഇങ്ങനെ ഒരു ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇവൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പാർട്ടാവാം നമുക്ക്. സോ അതുപോലെ തന്നെ കോൺഫറൻസസിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഈ ബ്രാൻഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തന്നെ ഇപ്പോൾ കോൺഫറൻസുകൾ കുറേ വരുന്നുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് നമ്മുടെയും ഒരു പാർട്ടാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെ നോക്കി, എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളത് നോക്കിയില്ല. അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നോക്കി, എങ്ങനെ നമ്മളൊരു ക്യാമ്പയിൻ പ്ലാനിങ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ നമ്മളൊന്ന് നോക്കി. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് എങ്ങനെ ചെയ്യാം ഒരു ക്യാമ്പയിൻ്റെ എന്നുള്ളത് നോക്കാം. അതുപോലെ ഏതൊക്കെ സമയത്താണ് നമുക്ക് ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതുപോലെ എങ്ങനെയാണ് ഈ ക്രിയേറ്റേഴ്സിലുള്ളൊരു റെഡ് ഫ്ലാഗ്സ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ് സ്റ്റേ ട്യൂൺഡ്.